എല്ലാ കൂട്ടുകാർക്കും, എല്ലാ ട്രേഡേഴ്സിനും, എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ചാർലി മുങ്കറിൻ്റെ വീഡിയോ സീരീസിലെ മറ്റൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ശേഷം ഇനിയും ചാർലി മുങ്കറിൻ്റെ വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവരും അത് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മൾക്ക് മുൻപേ വിജയിച്ചു പോയവരുടെ കാൽപാദങ്ങൾ പിന്തുടരുന്നത് നമുക്കും അത് നല്ല ഗുണകരമായിരിക്കും. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. കൺസിസ്റ്റൻസി ഈ വാക്ക് നമ്മളെ വളരെ പോസിറ്റീവായി തീർക്കുന്നു. കാരണം ഇതുവരെ പോസിറ്റീവ് കാര്യങ്ങളുമായി മാത്രം കൺസിസ്റ്റൻസി ബന്ധപ്പെട്ടിട്ടുള്ളൂ. പഠനത്തിലെ കൺസിസ്റ്റൻസി, കഠിനാധ്വാനത്തിലെ കൺസിസ്റ്റൻസി, നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലെ കൺസിസ്റ്റൻസി എന്നിവയാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ കൺസിസ്റ്റൻസി കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമെല്ലാം നെഗറ്റീവും സംഭവിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും മോശം ശീലങ്ങൾ ഇത്ര പെട്ടെന്ന് വളർത്തി എടുക്കുന്നത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരുടെ നല്ല ശീലങ്ങൾ ഒരിക്കലും തന്നെ നമ്മുടെ ജീവിതത്തിലെ ഭാഗമായി മാറുന്നില്ല. നമുക്ക് എന്തെങ്കിലും ഒരു മോശം ശീലമുണ്ടെന്നും അത് മാറ്റണമെന്ന് നാം ചിന്തിക്കുമ്പോഴൊക്കെയും നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് തന്നെ ഈ ആശയത്തെ ചേർക്കാൻ തുടങ്ങുന്നു. അതിനെ തുടർന്ന് ആ മാറ്റം നമ്മൾ നിർത്താനും തുടങ്ങുന്നു. നിങ്ങൾക്ക് വൈകിട്ട് എഴുന്നേൽക്കുന്ന ഒരു ശീലം ഉണ്ട് എന്ന് കരുതുക. പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ആവേശഭരിതനാകുകയും നാളെ മുതൽ ഞാൻ നേരത്തെ എഴുന്നേൽക്കുമെന്ന് തീരുമാനിക്കുകയും ചെയ്താൽ ചിലപ്പോൾ അടുത്ത ദിവസം എന്തെങ്കിലും ഒരു കാരണവശാൽ നമ്മൾക്ക് നേരത്തെ എഴുന്നേൽക്കാൻ കഴിയാതെ ഇരുന്നാൽ നമ്മുടെ ബ്രെയിൻ മെക്കാനിക്കലായി പല ഒഴിവുകഴിവുകളും കണ്ടെത്താൻ തുടങ്ങും. അലാറം മുഴങ്ങുമ്പോൾ തന്നെ ലോകമെമ്പാടുമുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരാൻ തുടങ്ങും. അത് നമ്മളെ വീണ്ടും ഉറങ്ങണമെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. ഇതിനെയാണ് ചാർലി പറയുന്നത് ഇൻകൺസിസ്റ്റൻസി അവോയ്ഡൻസ് ടെൻഡൻസി എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ മനസ്സ് ഒന്നിലും ഇൻകൺസിസ്റ്റൻസി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ വർഷങ്ങളായി ഒരു ശീലം പിന്തുടരുക ആണെങ്കിൽ അതിനെ എളുപ്പത്തിൽ മാറ്റാൻ നമ്മുടെ മനസ്സ് ഒരിക്കലും അനുവദിക്കുന്നില്ല. കാരണം അത് കൺസിസ്റ്റൻസി കൂടുതലായി ഇഷ്ടപ്പെടുന്നു. നമ്മുടെ മനസ്സിൻ്റെ ഈ പ്രവണതയെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഈ പ്രവണതയെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് ഇപ്പോൾ നമ്മുടെ കയ്യിലാണ്. നമ്മൾ ഈ ടെൻഡൻസി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നല്ല ശീലങ്ങൾ കൺസിസ്റ്റൻസി നിലനിർത്താൻ ഉടൻ തന്നെ ആരംഭിക്കുക. അങ്ങനെ നമ്മുടെ മനസ്സ് നല്ല ശീലങ്ങളിൽ കൺസിസ്റ്റൻസി നിലനിർത്തുക. നമ്മുടെ മോശം ശീലങ്ങളെ അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഉപേക്ഷിക്കുക എന്നതാണ് മറ്റൊരു മാർഗം.